ബിസിമാരുടെ നിയമനത്തിൽ സ്ഥിരം ബിസിമാരുടെ നിയമനത്തിന്റെ കാര്യത്തിൽ സർക്കാരും ഗവർണറും തമ്മിൽ ഒരു സമവായത്തിൽ എത്താത്തതിനെ, പ്രത്യേകിച്ച് സുപ്രീം കോടതിയുടെ നിർദ്ദേശമുണ്ടായിട്ടും സമവായത്തിൽ എത്താൻ കഴിയാതിരുന്ന സാഹചര്യത്തെ കോടതി എങ്ങനെയാണ് കണ്ടത്? ഇപ്പോൾ നേരത്തെ അച്യുതൻ പറഞ്ഞു, ചാൻസലറുടെ ഒരു ചില കാര്യങ്ങൾ ചാൻസലർ കോടതിയെ ധരിപ്പിക്കാൻ ശ്രമിച്ചപ്പോൾ അത് വേണ്ട എന്നൊരു നിലപാട് കോടതി സ്വീകരിച്ചു എന്ന്. അപ്പോൾ എന്താണ് ഈ വിഷയത്തിൽ കോടതിയുടെ ഒരു കോടതി എങ്ങനെയാണ് ഈ വിഷയത്തെ കാണുന്നത്? ഈ വിഷയത്തെ ഏറെ ഗൗരവത്തോടു കൂടിയാണ് GK സുപ്രീം കോടതി കാണുന്നത്. കാരണം ഇത് വിദ്യാർത്ഥികളുടെ ഭാവിയെ ബാധിക്കുന്ന വിഷയമായതുകൊണ്ട് തന്നെ തുടക്കത്തിൽ തന്നെ കോടതി പറഞ്ഞത് ഇത്തരത്തിലുള്ള തർക്കങ്ങൾ അത് പരിഹരിക്കപ്പെടേണ്ടതാണ്. അത് പ്രത്യേകിച്ചൊരു അന്ന് പറഞ്ഞത് ഇപ്പോഴും ഓർക്കുന്നു. അതായത് ഒരു ചായ സൽക്കാരം പരസ്പരം നടത്തി ഒരു ടീ പാർട്ടിയിലൂടെ പരസ്പരം ഇരുന്ന് സംസാരിച്ച് പ്രശ്നത്തിന് പരിഹാരം കാണേണ്ടതാണ്. അതിങ്ങനെ കോടതി വരെ എത്തേണ്ടി വന്നതിൽ സുപ്രീം കോടതി തന്നെ ഒരു അതൃപ്തി പ്രകടമാക്കിയതാണ് ഇതിന്റെ തുടക്കത്തിൽ. അതിനുശേഷമാണ് ജസ്റ്റിസ് സുധാൻഷു ധൂലിയുടെ കമ്മിറ്റി രൂപീകരിക്കുന്നത്. അങ്ങനെയെങ്കിലും ഇതിലൊരു പരിഹാരം ഉണ്ടാകും എന്നൊരു നിഗമനത്തിലേക്കായിരുന്നു സുപ്രീം കോടതി എത്തിയത്. പക്ഷേ ഈ കമ്മിറ്റി കൃത്യമായ പേരുകൾ തിരഞ്ഞെടുത്ത് അത് മുഖ്യമന്ത്രിക്ക് കൈമാറി. മുഖ്യമന്ത്രി അതിലൊരു മുൻഗണനാ ക്രമം നിശ്ചയിച്ചാണ് ചാൻസലർക്ക് കൈമാറിയത്. എന്നാൽ ഈ സിസ തോമസിന്റെ പേരിലാണ് സർക്കാർ എതിർപ്പറിയിച്ചത്. എന്നാൽ ചാൻസലർ സിസ തോമസിന്റെ പേര് ഇതിലേക്ക് തെരഞ്ഞെടുക്കുകയുണ്ടായി. അപ്പോൾ ആ ഒരു തർക്കമാണ് ഇപ്പോഴും അവശേഷിക്കുന്നത്. രണ്ട് കാര്യങ്ങളിലും തർക്കം നിലനിൽക്കുകയാണല്ലോ അച്യുതൻ. അതായത് സാങ്കേതിക സർവകലാശാലയുടെ കാര്യത്തിൽ വൈസ് ചാൻസലർ പദവിയിലേക്ക് ഗവർണർ നിർദ്ദേശിച്ച പേര് സിസ തോമസിന്റേതാണ്. പക്ഷേ സർക്കാരിന്റെ ചോയ്സ് എന്ന് പറയുന്നത് അത് സതീഷ് കുമാർ ആയിരുന്നു. അതുപോലെ തന്നെ ഡിജിറ്റൽ സർവകലാശാലയുടെ വൈസ് ചാൻസലറായി ഗവർണർ തീരുമാനിച്ചത് പ്രിയാചന്ദ്രനെയാണ്. ഡിജിറ്റൽ സർവകലാശാലയ്ക്ക് വേണ്ടി ഗവൺമെന്റ് അല്ലെങ്കിൽ സർക്കാർ കണ്ടെത്തിയത് സജി ഗോപിനാഥിനെയും. ഇതിൽ രണ്ടുപേരും ഈ പേരുകളിൽ വിട്ടുവീഴ്ചകൾക്ക് തയ്യാറായില്ല ഇന്നലത്തെ ചർച്ചയിൽ. പക്ഷേ GK ഇന്ന് കോടതിയിൽ പറഞ്ഞത് ഒറ്റ പേരിൽ മാത്രമേ സംസ്ഥാന സർക്കാരിന് എതിർപ്പുള്ളൂ എന്ന ഒരു നിലപാടാണ് ഇന്ന് സുപ്രീം കോടതി അറിയിച്ചിരിക്കുന്നത്. അത് സിസ തോമസിന്റെ പേരിലാണ്. ആ ഒരു പേരൊഴികെ ഏത് പേര് തിരഞ്ഞെടുത്താലും സർക്കാരിന് എതിർപ്പില്ല എന്നൊരു നിലപാടാണ് അഭിഭാഷകർ സുപ്രീം കോടതിക്ക് മുൻപിൽ അറിയിച്ചത്. അങ്ങനെ എത്തിയ സാഹചര്യത്തിലാണ് ഈ പ്രശ്നത്തിന് ഇനിയും പരിഹാരം ഉണ്ടാകില്ല. കാരണം ഈ സ്തംഭനാവസ്ഥ തുടരുന്നുണ്ട്. സമവായത്തിലെത്താൻ രണ്ടു കൂട്ടർക്കും കഴിഞ്ഞിട്ടില്ല. അങ്ങനെ വന്നപ്പോഴാണ് ഇപ്പോൾ പൂർണ്ണമായും ഈ ഓരോ പേരുകൾ തിരഞ്ഞെടുക്കുന്നത് ുള്ള അധികാരം ഇപ്പോൾ ജസ്റ്റിസ് സുധാൻഷു ധൂലിയുടെ കമ്മിറ്റിക്ക് സുപ്രീം കോടതി നൽകിയിരിക്കുന്നത്. അതിന് മുഖ്യമന്ത്രിയുടെ മുൻഗണനാ ക്രമത്തിനോ അല്ലെങ്കിൽ ചാൻസലറുടെ അനുമതിക്കായോ ഇനി കാത്തു നിൽക്കില്ല. മറിച്ച് മുഖ്യമന്ത്രിയുടെ കത്തും ചാൻസലർ എന്താണ് മറുപടിയായി നൽകിയത്, ഈ രണ്ട് കാര്യങ്ങളും കൃത്യമായി പരിശോധിച്ചുകൊണ്ട് ആർക്കാണ് അതിന്റെ മെരിറ്റ് എന്നത് ജസ്റ്റിസ് സുധാൻഷു ധൂലിയുടെ കമ്മിറ്റി വിലയിരുത്തണം. അതിനുശേഷമായിരിക്കണം ഈ ഓരോ പേരുകൾ രണ്ട് സർവകലാശാലകളിലേക്കുമായി തിരഞ്ഞെടുക്കേണ്ടത്. അങ്ങനെ തിരഞ്ഞെടുത്ത ശേഷം അത് സീൽ ചെയ്ത കവറിൽ ആ റിപ്പോർട്ട് അടക്കം ബുധനാഴ്ചക്കകം സുപ്രീം കോടതിയെ അറിയിക്കാനാണ് ജസ്റ്റിസ് JB പർദിവാലയുടെ ബെഞ്ച് ഇപ്പോൾ ഉത്തരവ് നൽകിയിരിക്കുന്നത്. ബുധനാഴ്ച ഈ റിപ്പോർട്ട് ലഭിച്ച ശേഷം വ്യാഴാഴ്ചയായിരിക്കും ഈ കേസ് പരിഗണനയ്ക്ക് എടുക്കുന്നത്. അന്ന് എന്തായാലും ഈ സീൽ ചെയ്ത കവറിൽ ജസ്റ്റിസ് സുധാൻഷു ധൂലിയുടെ കമ്മിറ്റി അറിയിക്കുന്ന പേരുകൾ അത് ആ പേരുകളിലായിരിക്കും BC നിയമനം സുപ്രീം കോടതി നടത്തുക. എന്തായാലും അതോടുകൂടി ഒരു പരിഹാരം ഉണ്ടാകും എന്നാണ് ഇപ്പോഴും സുപ്രീം കോടതി കരുതുന്നത്. കാരണം ഇക്കാര്യത്തിൽ സംസ്ഥാന സർക്കാരിനും ചാൻസലറിനും ഒരു തരത്തിലും പരസ്പരം യോജിക്കാൻ കഴിയുന്നില്ല. അവർ രണ്ടുപേരും രണ്ട് തട്ടുകളിൽ നിന്ന് അവരുടേതായ പേരുകളിൽ തന്നെ ഉറച്ചു നിൽക്കുന്നു. അപ്പോൾ ആ സാഹചര്യത്തിൽ ഇതിനൊരു പരിഹാരം ഇനി സുപ്രീം കോടതി തന്നെ ഇടപെട്ട് നടത്തും എന്നാണ് നമുക്ക് ഇന്നത്തെ ഉത്തരവിൽ നിന്ന് മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് കൃത്യമായ നിർദ്ദേശം JB പർദേവാല, KV വിശ്വനാഥൻ എന്നിവരടങ്ങിയ ബെഞ്ചാണ് ഇന്ന് ഹർജി പരിഗണിച്ചിരിക്കുന്നത്. ഈ കാര്യത്തിൽ ജസ്റ്റിസ് സുധാംശു ധൂലിയ കമ്മിറ്റിയോട് ഈ സർവകലാശാലകളിലേക്കുള്ള വൈസ് ചാൻസലർമാരുടെ ഒരു ഒറ്റ പേര് സീൽ വെച്ച കവറിൽ രേഖപ്പെടുത്തി കോടതിക്ക് സമർപ്പിക്കാനാണ് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. ഇതോടുകൂടി ഒരു സമവായത്തിനുള്ള എല്ലാ വാതിലുകളും അടഞ്ഞിരിക്കുന്നു. കൂടുതൽ ചർച്ചകൾ നടത്തുമെന്ന് നിയമമന്ത്രി P. രാജീവ് ഇന്നലെ പറഞ്ഞെങ്കിലും അത്തരം ചർച്ചകളുടെ സാധ്യതകൾ അപ്രസക്തമായിരിക്കുന്നു. കാരണം സുപ്രീം കോടതി നേരത്തെ തന്നെ പറഞ്ഞതാണ്, ഈ വിഷയത്തിൽ സമവായത്തിലെത്താൻ കഴിഞ്ഞില്ലെങ്കിൽ, ഗവർണർക്കും സർക്കാരിനും സമവായത്തിലെത്താൻ കഴിഞ്ഞില്ലെങ്കിൽ സുപ്രീം കോടതി ഇടപെട്ട് ഒരു പേര് നിശ്ചയിക്കുമെന്നാണ്. അതിനെ തുടർന്നാണ്, അതിന്റെ ചുവട് പിടിച്ചാണ് ഇപ്പോൾ ജസ്റ്റിസ് സുധാംശു ധൂലിയ കമ്മിറ്റിയോട് ഒരു പേര് നിർദ്ദേശിക്കാൻ ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഇതോടുകൂടി എല്ലാ തരത്തിലുമുള്ള സമവായ ചർച്ചകളുടെ സാധ്യതകളും വാതിലുകളും അടഞ്ഞിരിക്കുന്നു. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.